സ്ക്രീനിൽ കാണുന്ന സുന്ദരികളായിട്ടുള്ള രണ്ട് സ്ത്രീകൾ ഇവര് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ഒരു 10 വർഷത്തിനിടെ നടന്ന ഏറ്റവും വലിയൊരു ഭീകരാക്രമണം അതിൽ ചാവേറുകളായിട്ടുള്ളവരാണ്. ബലൂചിസ്ഥാൻ ആർമി തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നു. പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ബലൂജികളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു പ്രൊവിൻസ് ആണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരുപാട് ധാതു സമ്പത്തുകൾ അവിടെയുണ്ട്. ഇതെല്ലാം കവർന്നു കൊണ്ടുപോകുന്നു പാകിസ്ഥാൻ, US, ചൈനയൊക്കെ. ഞങ്ങൾ ആ കാരണത്താൽ തന്നെ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിലെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് മാഷ് അതിനെ നോക്കുന്നത്? ഇതിൻ്റെ സാധ്യത നേരത്തെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൊടുത്തിരുന്നു. മോറൽ സപ്പോർട്ട് മാത്രമല്ല, രഹസ്യമായിട്ട് ആയുധ സഹായവും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതങ്ങനെയാണ്. കാരണം അവർ പാകിസ്ഥാൻ നമുക്കെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുകയും നമ്മളെ ആക്രമിക്കുകയും, നമുക്കറിയാം തീവ്രവാദ പ്രവർത്തനങ്ങൾ കാശ്മീരിലൊക്കെ എത്രമാത്രം അവർ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ ആളുകളെ നുഴഞ്ഞു കയറ്റി ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ ആ രാഷ്ട്രം സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റ് രാഷ്ട്രങ്ങൾക്കും ഇത് കഴിയും എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ത്യ അതിനകത്ത് അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. കാരണം നമുക്ക് അവരുണ്ടാക്കിയ ഉപദ്രവം ചില്ലറയല്ല അല്ലേ? അപ്പോൾ കാശ്മീരിൽ അവർ കുറേ കാലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചില്ലറ പ്രശ്നങ്ങളല്ല. ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ സമയത്ത് ബോധപൂർവം പാകിസ്ഥാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്കെതിരെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള തിരിച്ചുള്ള പണി എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അജിത് ഡോവലൊക്കെ അതിനകത്ത് വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നതിനെ പതുക്കെ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറ്റിയെടുത്ത്. അതിന് കാരണങ്ങളുണ്ട്. നമ്മളുടെ സഹായം എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കുന്നു മാത്രമല്ല, നമ്മൾ അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ജീവിത വ്യവസ്ഥനെ നിരവധി ധാതു സമ്പത്തുണ്ടായിട്ടും എന്നുവെച്ചാൽ നല്ല സമ്പത്തുണ്ടായിട്ട് പോലും ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നും വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് മുഴുവനെ കൊള്ളയടിക്കാനായിട്ട് വിദേശ ശക്തികൾ അവിടെ ചെല്ലുന്നു. അത് രണ്ട് പേരായിട്ടാണ് പകുത്തിരിക്കുന്നത്. ഒന്ന് ചൈനയും മറ്റൊന്ന് അമേരിക്കയുമാണ്. ചൈനയാണ് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അവിടെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലാണ് ചൈന ഒരുപാട് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അതിന് പകരമായിട്ട് ധാതു സമ്പത്ത് കൊണ്ടുപോവുക എന്നാണ്. ഇതേ പോളിസി തന്നെയാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അവരെ കൊള്ളയടിക്കാനായിട്ട് രണ്ട് വിദേശ ശക്തികൾ വന്നിരിക്കുന്നു, ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും. ഈ രണ്ട് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചാവേർ ആക്രമണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. 1000-ലധികം ബലൂജി പട്ടാളക്കാർ അല്ലെങ്കിൽ റിബൽസ്, കലാപകാരികൾ ഇതിൽ പങ്കെടുത്തിരുന്നു. നിരവധി ആൾ പങ്കെടുത്തിരുന്നു. ഇതിലിപ്പോ നമ്മളിപ്പോ തുടക്കത്തിൽ കാണിച്ച ചിത്രം ഉണ്ടല്ലോ, അതിലിപ്പോ ആദ്യത്തെ പെൺകുട്ടിക്ക് 24 വയസ്സ്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്തുള്ള പെൺകുട്ടിക്ക് 24 വയസ്സെന്നാണ്. ആസിഫ മെങ്കൽ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇപ്പം ബലൂചിസ്ഥാൻ ആർമി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. 2022 ഇവർ ജനിച്ചത്. ഒക്ടോബർ 2 ഇവര് ഈ ബലൂചിസ്ഥാൻ മജീദ് ബ്രിഗേഡിൽ ചേർന്ന ഒരു സ്ത്രീയാണ് കുറെ മുമ്പ് തന്നെ. ഇപ്പം ഇവരെയൊക്കെ സാധാരണ ഫിദായി എന്നാണ് ഇവരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂയിസൈഡേഴ്സ് എന്നുള്ളതാണ്. ആത്മഹത്യ സ്ക്വാഡിലുള്ള ആളുകളാണ്. ആത്മഹത്യ സ്ക്വാഡാണ് അവര്. രണ്ടുപേരും പോയി ബോംബൊക്കെ വെച്ച് കെട്ടി പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനം ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കൊല ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് US-നും ചൈനയ്ക്ക് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ഒരു സന്ദേശമായിട്ട് മാറിത്തീരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അല്ല, ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞു മുമ്പ് അത് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. ട്രംപിന് തോന്നിയ എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. ട്രംപിന് തോന്നുന്നതാണ് ലോകത്തെ വ്യവസ്ഥ എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ചില സമയത്ത് ഇന്ത്യയെ ചങ്ങാതികളാക്കും, ചില സമയത്ത് ഇന്ത്യയെ ശത്രുക്കളാക്കും, ചില സമയത്ത് ഇന്ത്യക്ക് ഇട്ട് പാരമണിയും. അങ്ങനെ എന്തും ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ട്രംപ് മാറിയപ്പോൾ ആണ് ഈ ജിയോ പൊളിറ്റിക്കൽ റിലേഷൻസ് എല്ലാം കുഴപ്പത്തിലായത്. അപ്പോൾ ഈ പാകിസ്ഥാനൊക്കെ നമുക്ക് എതിരെ ഉപയോഗിക്കുന്ന ഒരു പല സമയമുണ്ടല്ലോ. അവിടുത്തെ യാസീം മുനീറിനെയൊക്കെ വിളിച്ചിട്ട് അയാളുടെ അടുക്കള കയറ്റി അയാൾ സദ്യയൊക്കെ കൊടുക്കുന്നത് ഒരു മര്യാദയും ഇല്ലാതെയായിരുന്നു. കാരണം ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടോക്കോള്, മര്യാദകൾ അതെല്ലാം ലംഘിച്ചിട്ടാണ് ഇയാളെ മാത്രം പിടിച്ചുകൊണ്ട് പോയിട്ട് സദ്യ കൊടുത്ത് സൂചിപ്പിച്ചു വിട്ടത്. അതെന്തിനാണ്? ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇയാൾ കേൾക്കണം. അങ്ങനെ അയാളുടെ ഒരു പാവയായിട്ട് ഇയാളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പരിപാടികളാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് അമേരിക്ക വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഒന്ന്, നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വളർച്ചയാണ്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് വളർന്ന് വലുതായി കഴിഞ്ഞ് നമുക്ക് പല കാര്യങ്ങളിലും ഇടപെടാനായിട്ടുള്ള ഇടപെടൽ ശേഷി ഉണ്ടാകുന്നു. മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ കസ്റ്റമർ വ്യൂഹം. ലോകത്തെ ഏറ്റവും വലിയ ഒരു ഉപഭോഗ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ശരി, അമേരിക്കയിലൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് ആൾക്കൊരു മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യ. അങ്ങനെ ഇന്ത്യ അങ്ങനെ മാർക്കറ്റായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ എണ്ണ കച്ചവടത്തിന്റെ കാര്യം അറിയാലോ അല്ലേ? റഷ്യയുമായിരുന്നു എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നലെ ആണ് ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കണ്ട, നിങ്ങൾ വെനിസ്വലയിൽ നിന്ന് വാങ്ങിച്ചു. വെനിസ്വലയിലെ എണ്ണപ്പാടമൊക്കെ പുള്ളി കസ്റ്റഡിയിലാക്കി. രാത്രി തന്നെ മൃദുവിനെ അടിച്ചുകൊണ്ട് പോയതിനു ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എണ്ണപ്പാടങ്ങളൊക്കെ സ്വന്തമാക്കലായിരുന്നു. ഇപ്പം അമേരിക്കൻ കമ്പനികൾ അതിൻ്റെ ആധിപത്യത്തിലായി. അപ്പോൾ അവിടെ നിന്ന് എണ്ണ വിറ്റഴിക്കണം. ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചോ. ഇപ്പൊ ഈ പാകിസ്ഥാൻ, ഇതൊരു കോൺസ്പിറസി തിയറി ഒക്കെ ആണെങ്കിലും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എക്കാലവും ഇന്ത്യക്കൊരു തലവേദനയാണ്. ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂച്ചികളുടെ ആവശ്യം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണം. അവരുടെ സമീപനവും ഇന്ത്യ അനുകൂലമായിട്ടുള്ള സമീപനമാണ് ബലൂച്ചികളുടെ. അപ്പോൾ ഈ ബലൂച്ചികൾക്ക് പാകിസ്ഥാനിൽ പോയിട്ട് ബലൂച്ചികളെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു 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 എന്താണ് ഡിവിഷൻ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ എന്ന് പറയുന്നിട്ട് ഒരു ആരോപണമൊക്കെ ഉയരാറുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ കാണണം? അതിന്റെ പാകിസ്ഥാൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു കാലത്തും പാകിസ്ഥാൻ ഇന്ത്യയെ സ്വസ്ഥമായിട്ട് ഇരുത്താനായിട്ട് അനുവദിച്ചിട്ടില്ല. അതെ, ആദ്യമേ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ വിട്ടുകൊണ്ടായി. അന്ന് ഈ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരൻ നുഴഞ്ഞു കയറി കാശ്മീർ അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ രാജാവ്, അത് ഹിന്ദു രാജാവായിരുന്നു, അയാൾ ഇന്ത്യയോട് സഹായം ആവശ്യപ്പെടുകയും നമ്മളുടെ സൈന്യ സഹായം കൊടുക്കുകയും ആ നുഴഞ്ഞുകയറ്റക്കാരെ ഇല്ലാതാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടി അധികം നാൾ കഴിയുന്ന നിൽക്കുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. പിന്നീട് നിരന്തരം തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബംഗ്ലാദേശിന്റെ രൂപീകരണം അങ്ങനെയാണ്. പാകിസ്ഥാനെ പിളർത്തി രണ്ടാക്കി. അതിൽ ഇന്ദിരാഗാന്ധിയുടെ പങ്ക് വളരെ വലുതായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് ദുർബലപ്പെടുത്തി പാകിസ്ഥാൻ. അതിനുശേഷം പിന്നെ കുറെ കാലങ്ങളിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത് വല്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അണുബോംബുള്ള ഏകരാഷ്ട്രം പാകിസ്ഥാൻ. അതാണ് പാകിസ്ഥാൻ്റെ ഒരു മേധാവിത്വം എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് ഈ അറബ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്താനായിട്ട് അവർ പരിശ്രമിക്കുകയും ടർക്കി അടക്കമുള്ള കുറെ രാഷ്ട്രങ്ങളെല്ലാം ഈ പാകിസ്ഥാന്റെ കൂടെ ചേരുകയും ഒക്കെ ചെയ്തു. അവരൊക്കെ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു നയതന്ത്ര സമീപനം എന്ന് പറയുന്നത് അത് പൊളിക്കുക എന്നുള്ളതാണ്. അത് പൊളിക്കുന്നതിന് ബലൂചിസ്ഥാൻ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് വരികയും ഇന്ത്യയുമായിട്ട് സഹകരിക്കുകയും ഇന്ത്യയിൽ നിന്ന് സഹായം ആവശ്യപ്പെടുകയും ചെയ്ത് ഇന്ത്യക്കാരെ ചെയ്യും. അത് ചെയ്യേണ്ടത് ഡിസ്മാൻഡിലിങ്ങിന്റെ പ്രശ്നം, ശത്രുവിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ശത്രുവിനെ ദുർബലപ്പെടുത്താൻ, നമ്മളെ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് അവർ കാശ്മീരിൽ നുഴഞ്ഞേറ്റം നടത്തി അവിടെ തീവ്രവാദ പ്രവർത്തനമൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ബദൽ പരിപാടി പോലെയായിട്ടായിരിക്കും ഈ ബലൂചിസ്ഥാനിലെ ഇന്ത്യൻ സഹായത്തെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ശത്രുവിനെ ദുർബലപ്പെടുത്തൽ തന്നെയാണ്. ഇതിലിപ്പോ ബലൂച്ചിന്റെ ഒരു ദേശീയപരമായിട്ട് അവരെ വികസിപ്പിക്കാനായിട്ട് അവിടുത്തെ ആളുകൾ പോലും സ്വയം ജീവൻ പോലും സമർപ്പിക്കുകയാണ്, ചാവേറുകളായിട്ട് മാറിത്തീരുകയാണ്. അപ്പോൾ അവർക്ക് ബലൂച്ചികൾക്ക് ഒരേ ഒരു ശത്രുവേ നിലവിലുള്ളൂ, അത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെ, തങ്ങളെ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിന് ഇന്ത്യയുടെ ചില സഹായങ്ങൾ പല വഴിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത ചില ആരോപണങ്ങളും ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒരു നമ്മളെ യുക്തിപരമായി അതിനെക്കുറിച്ച് ആലോചിച്ചാൽ
അങ്ങനെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്നേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. ആരോപണം മാത്രമായിരിക്കില്ല, സഹായം ഉണ്ടാവാം. കാരണം ശത്രുവിന് എന്തിനാണ് ശക്തിപ്പെടുത്തി നിർത്തുന്നത്? അത് ദുർബലപ്പെട്ടോട്ടെ, നമ്മളായിട്ട് ദുർബലപ്പെടുത്തേണ്ടതില്ല. അവരുടെ ആളുകൾ തന്നെ ഒരു ദുർബലപ്പെടുത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാം എന്ന നിലപാടായിരിക്കും ഇന്ത്യ എടുക്കുക. ഇവിടെ അത് തന്നെയാണ്. നമ്മളിതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ കണ്ട ആ 2 ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭ്രാന്തമായ ആരാധകരായ ഒരു മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ്. അത് ആ 2 സ്ത്രീകൾ, ആ 2 പേരായിരിക്കും മാത്രമല്ല, അതുമാതിരി ആയിരക്കണക്കിന് ആളുകൾ അതിനകത്തുണ്ടാവും. ഇതിലിപ്പം ആദ്യത്തെ സ്ത്രീയുടെ പേര് നമ്മൾ പറഞ്ഞു, ഈ ഇടതുവശത്തുള്ള. അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ ആരാണെന്നുള്ള ഒരു ഇത് കിട്ടിയില്ല. പക്ഷെ അവരുടെ ഒരു വീഡിയോ ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. അവരിത് സ്വയം മരിക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ വളരെ വികാരാധീനമായിട്ട് പറയുന്നത് നമ്മുടെ ദേശത്തെ ഉയർത്തണം, കാലാകാലങ്ങളായിട്ട് നമ്മുടെ അമ്മയെയും പെങ്ങന്മാരെയും ഇവര് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒറ്റയ്ക്ക് നേരിടാൻ ഇവർക്ക് ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വികാരാധീനമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് വല്ലാത്തൊരു സംഭവമാണ്. പാകിസ്ഥാനെ പതുക്കനെ ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും ലക്ഷ്യം തോന്നുന്നു. അതായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ വായിക്കേണ്ടത് ശരി.